10 വർഷത്തെ ഗാഠനിദ്രയ്ക്ക് ശേഷം ഉണർന്നെണീറ്റ സഖാവ് ഗോവിന്ദേട്ടന് എന്താണ് ഇത്തവണത്തെ ഓണത്തെക്കുറിച്ചും സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ചും പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടാലോ? കേട്ടു നോക്കൂ. ഒരോണം കൂടി വരികയാണ്. 10 വർഷത്തിന് ശേഷം ആദ്യമായി വിലക്കയറ്റത്തിൽ വലയുന്ന ഒരോണക്കാലമാണ് മലയാളി അനുഭവിക്കുന്നത്. കേട്ടല്ലോ. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ 10 വർഷം നോക്കണ്ട, കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് എങ്ങനെയായിരുന്നു സപ്ലൈകോയിലെ സ്ഥിതി എന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടാട്ടെ. തിരുവോണത്തിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെത്തി നിരാശരായി മടങ്ങുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച 14 അവശ്യ വസ്തുക്കളിൽ 3-4 മാത്രമാണ് മിക്കയിടത്തുമുള്ളത്. തര കിട്ടി, പിന്നെ വെളിച്ചെണ്ണ കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ല. അവര് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് പറയുന്നു. ഒന്നുമില്ല, ആകെയുള്ളത് പഞ്ചസാരയും മാത്രമേ ഉള്ളൂ ഇവിടെ സബ്സിഡി ആയിട്ട്. അരിയില്ല. സാധാരണക്കാരൻ എന്ത് ചെയ്യുന്ന? കറുത്ത കടല ഇല്ല, മുളക് ഇല്ല, പഞ്ചസാര ഇല്ല, ഉഴുന്നില്ല, വൻപയറില്ല, ജയ അരിയില്ല, മട്ട അരിയില്ല. എന്ത് ചെയ്യാനാ, നമ്മളെ പോലുള്ള ആൾക്കാർ വന്നിട്ട് വിഷമിച്ച് പോവുക. ഇത് പ്രതീക്ഷിച്ചാണ് വരണത്. മന്ത്രി പറഞ്ഞതിനനുസരിച്ച് ഇവിടെ സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ പ്രതീക്ഷയോടെ വന്നപ്പോൾ ഇവിടെ അരിയില്ല, പഞ്ചസാരയൊന്നുമില്ല. ആയിട്ടാണ് വന്നത്. തിരിച്ചതുപോലെ കാലിച്ചാക്കിട്ട് പോകുന്നത്. മുളകും ഒന്നുമില്ല, മുളകും പഞ്ചസാരയൊന്നുമില്ല. അവശ്യ സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കുമ്പോൾ ജീവനക്കാർക്കെതിരെ നടപടി. കേട്ടല്ലോ. ഇനി കൈരളി TV എന്താണ് പറഞ്ഞിരുന്നത് എന്നുകൂടി നമുക്ക് നോക്കിയാലോ? കണ്ടാട്ടെ. എനിക്ക് കഴിഞ്ഞ ഓണക്കാലം ഓർമ്മ വരികയാണ്. നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. അന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട തലക്കെട്ടിൽ ഒന്ന് സപ്ലൈകോയായിരുന്നു. സാധനങ്ങളില്ല എന്നായിരുന്നില്ല ആ തലക്കെട്ട്. പകരം സപ്ലൈകോയിൽ റെക്കോർഡ് വിൽപ്പന എന്നായിരുന്നു ആ തലക്കെട്ട് നമ്മൾ കണ്ടത്. 300 കോടി രൂപയുടെ റെക്കോർഡ് വിൽപ്പനയാണ് കഴിഞ്ഞ ഓണക്കാലത്ത് മാത്രം സപ്ലൈകോ നടത്തിയതെന്ന് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾക്കടക്കം വാർത്ത നൽകേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കൂ അന്നത്തെ ആ സർക്കാരിന്റെ വിപണി ഇടപെടൽ ഏത് തരത്തിലായിരുന്നുവെന്ന്. കൈരളി TV എന്നോടാവുക ഇത്? എന്തൊക്കെയാണ് ഈ പറഞ്ഞു പരത്തുന്നത്? ഒരു മര്യാദയൊക്കെ വേണ്ടേ ഇങ്ങനെ പറയുന്നതിന്? ഇനി നമുക്ക് എവരെ വിട്ടേക്കാം. നമുക്ക് എവരുടെ തന്നെ TV ആയ റിപ്പോർട്ടർ ചാനൽ എന്താണ് ഇത്തവണത്തെ സപ്ലൈകോയെ കുറിച്ച് പറയാനുള്ളത് എന്നൊന്ന് കേട്ടാലോ? കേട്ടു നോക്കും. സപ്ലൈകോയാണ് സാധാരണക്കാരന്റെ വലിയ ആശ്രയം. ഓണക്കാലത്ത് പ്രത്യേകിച്ചും വലിയ ആശ്രയം സപ്ലൈകോ തന്നെയാണ്, തർക്കമൊന്നുമില്ല. ശബരി വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കുന്നു സർക്കാർ എന്നത് ആശ്വാസകരമായ കാര്യമാണ്. കിറ്റടക്കമുള്ള പുതിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? മാധു, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിലുള്ള പീപ്പിൾസ് ബസാറിലാണ്. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇനി നമ്മൾ കാണേണ്ടത് കാഴ്ചകളാണ്. കാരണം മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം ഞാനൊരു 3 മണിക്ക് ശേഷം ഇവിടെ എത്തിയതാണ്. പക്ഷേ കാഴ്ചകൾ കാണുമ്പോൾ ഈ സാധനങ്ങൾ വരുന്നവർക്ക് ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാകും സ്വാഭാവികമായിട്ടും. കാരണം ഓണക്കാലത്ത് എല്ലാ വിധത്തിലും ഉപ്പ് മുതൽ കർപ്പൂരം അടക്കം എല്ലാം നമുക്ക് ഇവിടെ നിന്നും വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേട്ടല്ലോ. ഇനി മറ്റുള്ള ചാനലുകാർക്ക് കൂടി എന്തൊക്കെയാണ് ഇത്തവണത്തെ ഓണത്തെക്കുറിച്ചും സപ്ലൈകോയെക്കുറിച്ചും പറയാനുള്ളതെന്ന് കേൾക്കാം. കേട്ടു നോക്കൂ. കഴിഞ്ഞ ഓണക്കാലങ്ങളിൽ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടുള്ള ഈ സപ്ലൈകോയിൽ നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ പല റാക്കുകളും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. 13 സബ്സിഡി സാധനങ്ങളും ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി. ഈ ഓണക്കാലത്ത് റാക്കുകളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. ആവശ്യമായ സബ്സിഡി സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇവിടെ കുറവാണ്, കുറവാണ്, വില കുറവുണ്ട്. അരിക്കും പഞ്ചസാരയ്ക്കും മുളക് വെളിച്ചെണ്ണ എല്ലാം നല്ലോണം വില കുറവുണ്ട്. വിലയുടെ കാര്യത്തിൽ പുറത്തുള്ളതിനേക്കാൾ വളരെ ചീപ്പാണ് ഇവിടെ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മാന്യമായി ഓണമുണ്ടാകും. സാധാരണക്കാരന് വലിയ ആശ്വാസമാവുകയാണ് സപ്ലൈകോയുടെ ഇടപെടൽ. പലപ്പോഴും സാധനങ്ങൾ കുറവുണ്ട് എന്ന പരാതി വരാറുണ്ട്, അല്ലെങ്കിൽ വില കാര്യമായി കുറഞ്ഞിട്ടില്ല എന്ന പരാതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ ഓണച്ചന്തകൾ സപ്ലൈകോയിൽ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം. ആദ്യം ആളുകൾക്ക് എന്താണ് ഈ സപ്ലൈകോയുടെ ഓണച്ചന്തയെ കുറിച്ച് പറയാനുള്ളത്, വിലക്കുറവൊക്കെ ഉണ്ടോ, സാധനങ്ങൾ ഉണ്ടോ എന്നത് അവർ തന്നെ പറയട്ടെ. ഇല്ല, ഇപ്പൊ പൊതുവെ നോക്കുമ്പോഴേ പുറത്തൊക്കെ ഭയങ്കര വിലയാണല്ലോ. ഇപ്പൊ ഇവിടെ എങ്ങനെയുണ്ട് വില? കുറവ്. ഒന്നിച്ച് വാങ്ങിക്കോ മൊത്തം സാധനങ്ങളെല്ലാം ഓണത്തിന് വേണ്ടി? വാങ്ങിക്കും. ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. മുളക്, മല്ലി, ശർക്കര എല്ലാ ഐറ്റവും വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയായാലും ഒരു 30% കുറവ് വരുന്നുണ്ട്. ഒറ്റ ഒരു വന്ന ഓണത്തുള്ള മൊത്തം സാധനം വാങ്ങി പോവാം. ഒറ്റ ഇതിൽ വളരെ ഈസി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റേ എന്തൊരു ലൈനായിരുന്നു. റേഷൻ കാർഡ് ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു ബഹളമാണ്. പക്ഷെ ആള് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിൽ പോകണം. അത് വേണ്ട, ഒറ്റ സെക്കൻഡിലേക്ക് ഇറങ്ങാം. വളരെ ഹാപ്പി, വളരെ ഹാപ്പി. 101 മാർക്ക്. പ്രധാനമായിട്ടും ഇപ്പോൾ ശബരി വെളിച്ചെണ്ണ ഓപ്പൺ മാർക്കറ്റിൽ 350 രൂപയ്ക്ക് മുകളിൽ വിലയുള്ളതാണ്. ഇപ്പോൾ ഇവിടെ 229 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലെ അത് 249 ആയിരുന്നു. 20 രൂപ ഇന്നേ ദിവസം കുറച്ചിട്ടുണ്ട്. പിന്നെ മറ്റെല്ലാ സാധനങ്ങളും അതുപോലെ ഈ ശബരിയുടെ അപ്പം പൊടി, പുട്ടുപൊടി, ഇത് 1 കിലോ ഓപ്പൺ മാർക്കറ്റിലെ 95 രൂപ വരെ വിലയുള്ളത് നമുക്കിവിടെ 49 രൂപയാണ് നമ്മുടെ വില. അത് ഒരു റേഷൻ കാർഡ് 2 കൊടുക്കും. അരിയൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഞാൻ നോക്കുമ്പോൾ അരി ഇപ്പം ജയ അരിക്ക് 33, മട്ടയ്ക്ക് 33, പച്ചരിക്ക് 27, പൊതുവിപണിയിൽ 49, 46. അതെ, 43, 46. സബ്സിഡി അല്ലാത്ത സാധനങ്ങൾക്കും നല്ല വില കുറവുണ്ട്. ഉദാഹരണത്തിന് കടലപ്പരിപ്പ് നമ്മളിവിടെ അരക്കിലോ 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല വില കുറവിലാണ് കൊടുക്കുന്നത്. ശർക്കര 69 രൂപയുള്ളൂ. അതുപോലെ തന്നെ മെയിൻ കമ്പനികളുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കംഫർട്ട്, സൺലൈറ്റ്, വിംബാർ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവുണ്ട്. യുണിബിക്കിന്റെ ബിസ്ക്കറ്റിനൊക്കെ 50% മുതൽ 50%, 60% വരെ വില കുറവിൽ നമുക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. കൈരളി TV എന്നോടാവുക ഇത്?